നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 335th day. Today 25th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 335 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം മാഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 25ാമത്തെ ശ്ലോകം. സൂതോവാച ഏവം പൃഷ്ടസ്തദാ തേന രുരോധോച്ചൈ പുനഃ പുനഃ അശക്തോ വചനോച്ചാരി സംജ്ഞാമാത്രം ചകാരഃ. ഓം തത്സത്. ഏവം പൃഷ്ടസ്തദാ തേന രുരോധോച്ചൈ പുനഃ പുനഃ അശക്തോ വചനോച്ചാരി സംജ്ഞാമാത്രം ചകാരഃ. ഓം തത്സത്. ഇങ്ങനെ ഗോകർണൻ ചോദിച്ചപ്പോൾ സൂതൻ പറഞ്ഞു, ഇങ്ങനെ ഗോകർണൻ ചോദിച്ചപ്പോൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ ശക്തിയില്ലാത്ത ആംഗ്യങ്ങൾ മാത്രം കാണിക്കാൻ പറ്റുന്ന അദ്ദേഹം ആ പിശാച് പോലെയുള്ള രൂപം പ്രേതം വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഈ പ്രേതം വന്ന് പലതരം രൂപങ്ങൾ മറ്റും കാട്ടി ഭയപ്പെടുത്തുമ്പോൾ ഗോകർണൻ നീ ആരാണ്, പിശാചാണോ രാക്ഷസനാണോ പ്രേതമാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ കഴിയാതെ അത് ഉച്ചത്തിൽ കരഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സൂതൻ പറയുകയാണ്, ഇങ്ങനെ ഗോകർണൻ ചോദിച്ചപ്പോൾ ആ പ്രേതം ഉച്ചത്തിൽ കരഞ്ഞു. അതിന് സംസാരിക്കാനുള്ള കഴിവില്ലായിരുന്നു. സംജ്ഞ മാത്രം ചെയ്യാൻ പറ്റുന്ന അത് വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു. പുനഃ പുനഃ രുരോധോച്ചി. ഉച്ചത്തിൽ വീണ്ടും വീണ്ടും കരഞ്ഞു. സംസാരിക്കാൻ അതിന് ശക്തിയില്ലായിരുന്നു എന്ന് പറയുകയാണ്. പ്രേതങ്ങൾക്ക് സംസാരിക്കാനോ മറ്റുള്ള പ്രവൃത്തികൾ ചെയ്യുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മനുഷ്യ ശരീരം വളരെ ദിവ്യമാണ് എന്ന് പറയുന്നത്. ശരീരം ലഭിച്ചാൽ മാത്രമേ നമുക്ക് പുണ്യകർമ്മങ്ങളും മറ്റും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശരീരമില്ലാത്ത അവസ്ഥയിൽ നാം ഉണ്ടെങ്കിലും നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ സാധിക്കില്ല. നാം ചെയ്ത തെറ്റുകൾ തിരുത്തുവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് നമുക്ക് ആദ്യം ചെയ്തത് മാറ്റുവാനോ ഒന്നും ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ശരീരത്തെ നശിപ്പിക്കരുത്, ശരീരത്തെ അതിനനുസരിച്ച് ശരീരത്തെ എപ്പോഴും പുഷ്ടിപ്പെടുത്തണം എന്നല്ല, നമുക്ക് കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ഈ ശരീരം വേണം, പുണ്യകർമ്മമായാലും പാപകർമ്മമായാലും. അതുകൊണ്ട് തന്നെ ശരീരം വളരെ അതും മനുഷ്യ ശരീരം ഏറ്റവും വിശേഷപ്പെട്ടതാണ്. എന്നാൽ വിശേഷ ബുദ്ധിയുള്ള ചിന്തിക്കാൻ കഴിയുന്ന ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ജന്മമാണ് മനുഷ്യജന്മം. അത് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരീരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇങ്ങനെ സങ്കടപ്പെടുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് തന്നെ നമ്മളെ ഉദ്ധരിക്കണമെങ്കിൽ ഈ ശരീരം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂതോവാച ഏവം പൃഷ്ടസ്തദാ തേന രുരോധോച്ചൈ പുനഃ പുനഃ അശക്തോ വചനോച്ചാരി സംജ്ഞാമാത്രം ചകാരഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.